വെൽക്കം ടു ജോലിസ് കുലീന. ഇന്ന് പോർക്ക് കൊണ്ടുള്ള പെരട്ടുണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ട് ഈ പോർക്കിൻ്റെ റവാസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, സ്കിന്നിനോട് ചേർന്നുള്ള കട്ടിയുള്ള ഭാഗം. അത് കട്ട് ചെയ്ത് മാറ്റി അതിലുള്ള കൊഴുപ്പ് മാറ്റാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് അതിൽ നിന്ന് ഇളകി റവാസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, അതിൻ്റെ കൊഴുപ്പ് ഒക്കെ ഇളകി തുടങ്ങി. 15 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, കൊഴുപ്പൊക്കെ റവാസിൽ നിന്ന് ഇളകി മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇത് ചീനിച്ചട്ടിയിൽ നിന്നും എടുത്ത് മാറ്റാം. അവിടെ ഇത്രയും കൊഴുപ്പ്. പോർക്കിൻ്റെ ഫ്ലഷ് ഒരു 5 വിസിലിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും എടുത്ത കൊഴുപ്പിൽ നിന്നും പകുതി കൊഴുപ്പ് ഈ ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/2 കിലോ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 5 പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഏകദേശം 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ പോർക്ക് പെരട്ടിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ ചെറിയ ഉള്ളിയാണ്. അതുകൊണ്ട് ചെറിയ ഉള്ളിയാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിൽ ഇടാൻ. അപ്പോൾ മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ആവശ്യത്തിന് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കൊഴുപ്പ് മാറ്റി വെച്ചിരിക്കുന്ന റവാസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ തന്നെ കൊഴുപ്പ് ധാരാളം ഉണ്ട്. ഇനിയിപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് ഇറക്കാം.